നോട്ട്ബുക്ക് എല്ലാം ഉപയോഗിക്കുന്ന മിക്ക ആളുകൾക്കും അറിയാത്ത കുറച്ച് കിടിലൻ ഫീച്ചേഴ്സും അതേപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള യൂസ് കേസുകളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. യൂട്യൂബ് വീഡിയോ കാണുന്ന അതേ സമയത്ത് തന്നെ പുതിയ ടാബ് തുറക്കാതെ നമുക്ക് നോട്ട്ബുക്ക് എല്ലാം ഉപയോഗിച്ചാലോ? അതേ സമയത്ത് തന്നെ നിങ്ങൾ ബ്രൗസർ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ട്ബുക്ക് എല്ലാം ഉപയോഗിക്കാൻ സാധിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ തന്നെ ഇപ്പോഴും കുറേ ആളുകൾക്ക് നോട്ട്ബുക്ക് എല്ലാമിലുള്ള കിടിലൻ ഫീച്ചേഴ്സ് അറിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നോർമലി നമ്മൾ ഏതെങ്കിലും ഒരു ഫയലിൻ്റെ, അതായത് വീഡിയോ ലിങ്ക്സോ PDF-കളുടെയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുന്നതൊക്കെ നോട്ട്ബുക്ക് എല്ലാം ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഇൻപുട്ടായിട്ടാണ് നമ്മൾ നോർമലി കൊടുക്കാറ്. ഇപ്പോൾ നോട്ട്ബുക്ക് എല്ലാം ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രിയേറ്റ് എ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ യൂട്യൂബിൽ 10th ചാപ്റ്ററിൽ അല്ലെങ്കിൽ +2 ഫിസിക്സിനെ കുറിച്ചിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ നോട്ട്ബുക്ക് എല്ലാം ആണ് എനിക്ക് വേണ്ടതെങ്കിൽ നോർമലി ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഷെയർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലിങ്ക് നോട്ട്ബുക്ക് എല്ലാമിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണം. പക്ഷേ ഇനി നമ്മൾക്ക് എന്ത് ചെയ്യേണ്ട, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും നോട്ട്ബുക്ക് എല്ലാം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് എ ന്യൂ നോട്ട്ബുക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം റിസൾട്ട് വരുന്നത്. സി, ഇപ്പം നമ്മൾ ഒന്നും കൊടുക്കാതെ ഒറ്റയടിക്ക് നമുക്ക് നോട്ട്ബുക്ക് LMൽ ഇത് മുഴുവൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഓഡിയോ ഓവർവ്യൂ ആണെങ്കിൽ അത് കൊടുക്കാം, വീഡിയോ ഓവർവ്യൂ ആണെങ്കിൽ അത് കൊടുക്കാം, സ്ലൈഡ് ഡെക്ക് ആണെങ്കിൽ അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇനി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചർ ശരിക്കും നോർമലി നിങ്ങളുടെ യൂട്യൂബിൽ കാണില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമ്മളൊരു അഡീഷണൽ ക്രോമിൽ ഒരു എക്സ്റ്റൻഷൻ ഉപയോഗിക്കണം. അതിനാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്രോമിൽ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, എക്സ്റ്റൻഷൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ 3 ഡോട്ടിൽ പോവുക. എന്നിട്ട് ഇവിടെ എക്സ്റ്റൻഷൻസ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ വിസിറ്റ് ക്രോം വെബ് സ്റ്റോർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ശേഷം ഇവിടെ നോട്ട്ബുക്ക് എല്ലാം യൂട്യൂബ് നോട്ട്ബുക്ക് എല്ലാം എന്ന് സെർച്ച് ചെയ്യുക. യൂട്യൂബ് നോട്ട്ബുക്ക് എല്ലാം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു ക്രോം, അതായത് നിങ്ങളുടെ ക്രോമിലേക്ക് ഈ എക്സ്റ്റൻഷനിൽ ആഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഏത് യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ അപ്പം തന്നെ ആ ഒരു യൂട്യൂബ് വീഡിയോൻ്റെ നോട്ട്ബുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രൗസറിലാണ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സിമ്പിളായിട്ട് നോട്ട്ബുക്കിലേക്ക് അത് ഓപ്പൺ ആകും. അപ്പോൾ ഇതൊരു നല്ല ഓപ്ഷനാണ് നമുക്ക് നോട്ട്ബുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ബ്രൗസ് ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും നിങ്ങൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബ്രൗസറും നോട്ട്ബുക്ക് എല്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതും രസകരമായിരിക്കില്ല. അതാണ് രണ്ടാമത്തെ മറ്റൊരു ഫീച്ചർ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു ബ്ലോഗോ എന്തെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഗ്രാമർലിയുടെ ഒരു ബ്ലോഗ് ഓപ്പൺ ചെയ്ത്, അപ്പോൾ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ ഓപ്പൺ ചെയ്ത് ഇതിങ്ങനെ വായിക്കുന്ന സമയത്ത് ഇതെനിക്ക് ഒറ്റയടിക്ക് നോട്ട്ബുക്കിലേക്ക് എടുക്കാൻ സാധിച്ചാൽ എങ്ങനെ ഉണ്ടാവും, രസകരമായിരിക്കുമല്ലേ? അതാണ് കാണിച്ചു തരുന്നത്. അതിനും ഇവിടെ എക്സ്റ്റൻഷനിൽ പോയിട്ട് സിമ്പിൾ നോട്ട്ബുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് എ ന്യൂ നോട്ട്ബുക്ക് എന്നുള്ള ഓപ്ഷൻ വരും. ക്രിയേറ്റ് എ ന്യൂ നോട്ട്ബുക്ക് എന്നുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ബ്രൗസ് ചെയ്യുന്ന ആ ഒരു വെബ്സൈറ്റ് നോട്ട്ബുക്ക് എല്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് തരും. പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഓരോന്നായിട്ട് ചെയ്യാം. ഇനി ഓപ്പൺ നോട്ട്ബുക്ക് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വെബ്സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡിയോ ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെയും ഈ ഒരു ഫീച്ചറും നിങ്ങളിൽ എനേബിൾ ആക്കണമെങ്കിൽ നിങ്ങൾ എക്സ്റ്റൻഷൻ ഉപയോഗിക്കണം. അപ്പോൾ അതിന് നോർമലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റൻഷനിൽ പോവുക, വിസിറ്റ് ക്രോം വെബ് സ്റ്റോഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും നോട്ട്ബുക്ക് എല്ലാം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ കാണാം, നോട്ട്ബുക്ക് എല്ലാം വെബ് ഇമ്പോർട്ടർ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റൻഷൻ നിങ്ങളുടെ ബ്രൗസറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനും ഈ ഒരു ഫീച്ചറും നല്ല കിടിലനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ യൂസ് കേസിലേക്ക് പോയി നോക്കാം. മൂന്നാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ നോട്ട്ബുക്കിൽ ഒരു ജീവൻ്റെ ജനിതകം റിലേറ്റഡ് ആയ 10th +2 ഒരു PDF ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുള്ള അതിൻ്റെ നോട്ട്ബുക്കാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫീച്ചർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ 2-3-4 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതായത് ലേണിംഗ് ഗൈഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുത്തത് അതൊന്നും കൂടി പഠനം റിലേറ്റഡ്, പഠനത്തിന് നമുക്ക് പഠിക്കാൻ ഹെൽപ്ഫുൾ ആയ രീതിയിൽ അവരെന്ത് ചെയ്യും,
കസ്റ്റമൈസ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ, അതായത് ഓഡിയോ ഓവർവ്യൂ ആണെങ്കിലും വീഡിയോ ഓവർവ്യൂ ആണെങ്കിലും സ്ലൈഡ് ആണെങ്കിലും അതിലെല്ലാത്തിലും ഈ ഒരു ഹെൽപ്ഫുൾ, അതായത് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ എന്നുള്ള രീതിയിലായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. അപ്പം നമ്മൾ എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് ഈ ലേണിംഗ് ഗൈഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ റെസ്പോൺസ്, ചിലപ്പോൾ നമുക്ക് റെസ്പോൺസ് ഭയങ്കര ഷോർട്ടായിട്ട് തോന്നാറുണ്ട്, അതായത് ഇത് കുറച്ചുകൂടി ലെങ്തി വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവിടെയും നമുക്ക് ലെങ്ത് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിലും മാറ്റം ഉണ്ടാവും. ഇനി അടുത്തൊരു 4ാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് കൊടുക്കുന്ന പ്രോംപ്റ്റിങ്ങിലും നമ്മളുടെ ഔട്ട്പുട്ടിനെ ബാധിക്കും. അപ്പം ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് പ്രോംപ്റ്റുകൾ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോംപ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ തന്നെ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ നമ്മൾ ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് AIൻ്റെ അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് അറിയാൻ നിങ്ങൾക്ക് താഴെ ലിങ്കിൽ വെച്ചിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം പറയാനുള്ളത്, ലാസ്റ്റ് സ്കൂൾ എന്ന പേരിൽ നമ്മൾ പുതിയൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ AI റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലളിതമായിട്ടുള്ള ചെറിയ ക്രാഷ് കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള പ്രോംപ്റ്റുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്കും പ്രോംപ്റ്റുകൾ കൊടുക്കാം. ഈ പ്രോംപ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടീച്ച് മീ ലൈക്ക് എ സ്റ്റുഡൻറ്റ്, ബ്രേക്ക് ഡൗൺ ദ കോണ്ടന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, സ്റ്റാർട്ടിങ് വിത്ത് ദ ബേസിക് ഫോർ ദ ഫസ്റ്റ് ടൈം ലേണർ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ടഫായിട്ടുള്ള ഒരു കാര്യമൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രോംപ്റ്റ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴുള്ള ഔട്ട്പുട്ടിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ പ്രോംപ്റ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ടിനെ നല്ല രീതിയിൽ ബാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോംപ്റ്റുകൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ടഫായിട്ടുള്ള കാര്യവും ഈസി ആയിട്ട് ലളിതമായിട്ട് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇതും നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങൾ പഠിക്കാൻ നിൽക്കുന്നതിൻ്റെ സിറ്റുവേഷനും കറക്റ്റ് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ ഇൻഫർമേഷൻ, അതായത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ഇൻഫർമേഷൻ വളരെ കുറവാണ്. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു സ്റ്റുഡൻറ്റ് ഫസ്റ്റ് ടൈം പഠിക്കുന്ന പോലെ നീ എനിക്ക് പറഞ്ഞു തരണം. അത്തരത്തിലുള്ള പ്രോംപ്റ്റുകൾ നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടും. അതാണ് 4ാമത്തെ യൂസ് കേസ്. 5ാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നോട്ട്ബുക്ക് LML ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഓഡിയോ ഓവർവ്യൂ എടുത്തെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഓഡിയോ ഓവർവ്യൂ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾക്ക് ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. 2 ആളുകൾ നമുക്ക് ക്ലാസ് എടുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓഡിയോ ഓവർവ്യൂ. പക്ഷേ ഇൻ കേസ് നിങ്ങൾ ഓഡിയോ ഓവർവ്യൂ ഇംഗ്ലീഷിലാണ് എടുത്തതെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്ററാക്റ്റീവ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ 2 ആളുകൾ നിങ്ങൾക്ക് ഫിസിക്സിൽ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തരാണ്. അപ്പം നിങ്ങൾക്ക് ഇൻറ്ററാക്റ്റീവ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പറയാം, നിങ്ങൾ പറഞ്ഞു തരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ആളുടെ എക്സാമ്പിൾ, ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് പറ്റുന്ന രീതിയിൽ ഇതിനെ വീണ്ടും കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിക്കാം. അപ്പം നിങ്ങളുടെ ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമൈസ്ഡ് ആയ ഇൻട്രസ്റ്റിനും ആവശ്യത്തിനും അനുസരിച്ചിട്ട് വീണ്ടും അവർ ഓഡിയോ ഓവർവ്യൂവിനെ മാറ്റിത്തരും. ഈ ഒരു ഫീച്ചർ കുറേ ആളുകൾക്ക് എന്ത് ചെയ്യില്ല, ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ് 5ാമത്തെ ഒരു കിടിലൻ യൂസ് കേസ്. 6ാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ സ്റ്റുഡിയോയിൽ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് അവിടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടിലേക്ക് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ സ്ലൈഡ് ഡെക്കോ ഓഡിയോ ഓവർവ്യൂ വീഡിയോ ഓവർവ്യൂ എന്ത് നിർമ്മിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് ഡെക്കോ ആണെങ്കിൽ അത് കൊടുക്കാം, പ്രസൻറ്റ് സ്ലൈഡ് വേണമെങ്കിൽ അതൊക്കെ നമ്മൾക്ക് ഇവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഷോർട്ട് വേണമെങ്കിൽ അതും നമ്മൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഭാഷ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ ഒരു പ്രോംപ്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് അതിലുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ സബ് ഹെഡിങ്ങിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതിവിടെ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ മാത്രം തരും. അതായത് നിങ്ങളുടെ ഔട്ട്പുട്ടിലടക്കം നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു യൂസ് കേസ് അല്ലെങ്കിൽ അടുത്തൊരു ഫീച്ചർ. അപ്പോൾ ഈ ഒരു ഫീച്ചർ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ എല്ലാത്തിലും ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ഇനി വീഡിയോ ഓവർവ്യൂ ആണെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിനർ വേണോ, ബ്രീഫ് വേണോ, സിനിമാറ്റിക് വേണോ, അതൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ തന്നെ കണ്ടോ ഓരോ ഓപ്ഷനും ഉണ്ട്. നമ്മൾക്ക് പല ഓപ്ഷൻസും ഇവിടെ നമ്മൾക്ക് അഡീഷണൽ ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലാഷ് കാർഡ് ഉപയോഗിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് വേണോ, ഫ്യൂവർ വേണോ, ഈസി വേണോ, ഹാർഡ് വേണോ, ഈ ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതും കുറേ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ താഴെ നിങ്ങൾക്ക് നോട്ട്ബുക്ക് LML ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ താഴെ കമൻറ്റിൽ പറയാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.